വെൽക്കം ടു അവർ ചാനൽ റിയാദ് വിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു റിയാദ് മെട്രോ യാത്ര ചെയ്യാനോ. റിയാദിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും അറിയാം. എന്നാലും റിയാദിൽ വരാത്തവരോ അല്ലെങ്കിൽ റിയാദ് മെട്രോയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ചൊരു ഇൻഫർമേഷൻ. റിയാദ് മെട്രോ സർവീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർലെസ് മെട്രോ സർവീസാണ്. ഇത് 6 ലൈനുകളിലായി 176 കിലോമീറ്ററിൽ 85 സ്റ്റേഷനോട് കൂടിയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 7ാമതൊരു ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിൽ ബ്ലൂ, റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, പർപ്പിൾ എന്നിങ്ങനെ 6 ലൈനുകളാണ് ഇതിനകത്തുള്ളത്. റിയാദ് മെട്രോയിൽ ഓൾറെഡി ട്രാവൽ ചെയ്തുള്ളവർക്കാണെങ്കിൽ കൂടിയും വരാവുന്നൊരു സംശയമാണ് ഏതൊക്കെ ട്രെയിനുകൾ ഏതൊക്കെ സ്റ്റേഷനിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നുള്ളത്. അത് ഇങ്ങനൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് എല്ലാ സ്റ്റേഷനിലും കാണാവുന്നതാണ്. ഇതിൽ ഒന്നിൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേഷനോട് അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കാണിക്കുന്നതും മറ്റൊന്നിൽ ഏതൊക്കെ ട്രെയിനുകൾ ഏതൊക്കെ സ്റ്റേഷനുകൾ കടന്നു പോകുന്നുവെന്നും അത് ഏത് സ്റ്റേഷനിൽ വെച്ചാണ് ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ആയിട്ട് കടന്നു പോകാൻ പറ്റുമെന്നുള്ളത് ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കൗണ്ടർ വഴിയോ അല്ലെങ്കിൽ ഈ വെൻഡർ മെഷീൻ വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സ്ഥിരമായി ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലുള്ള ദർബ് കാർഡുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വെൻഡർ മെഷീൻ വഴി കാർഡ് എങ്ങനെ പർച്ചേസ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ബൈ എ ന്യൂ കാർഡ് എന്നുള്ള ഓപ്ഷൻ കണക്ട് ചെയ്തിട്ട് ഈ കാർഡ് വരുന്നത് 10 SR ആണ്. ഇതെപ്പോഴും 0 ബാലൻസിലാണ് വരിക. നമ്മളെപ്പോഴും ടോപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് 5, 10, 20, 50, 100, 200 എന്തെങ്കിലുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഐദർ കാർഡായിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ സെയിം കാർഡാണ് കേട്ടോ നമ്മൾ ബസ്സിന് യൂസ് ചെയ്യുന്നതും. ഈ കാർഡ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കില്ല. എന്നാൽ നിലവിൽ റിയാദിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് വേ എന്ന് പറയുന്നത് റിയാദ് മെട്രോ തന്നെയാണ്. റിയാദ് മെട്രോ, റിയാദ് ബസ് ഇത് രണ്ടും തന്നെ നമുക്ക് 4 റിയാൽ പേ ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂറത്തേക്ക് അൺലിമിറ്റഡ് ആയി നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്കൂറത്തേക്ക് 4 റിയാൽ, 3 ദിവസത്തേക്ക് 20 റിയാൽ, 7 ദിവസത്തേക്ക് 40, 30 ദിവസത്തേക്കാണെങ്കിൽ 140 റിയാലുമാണ് വരുന്നത്. ഇതിനൊരു ഫസ്റ്റ് ക്ലാസ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിൽ 2 മണിക്കൂറത്തേക്ക് 10 റിയാലും, 3 ദിവസത്തേക്ക് 50 റിയാൽ, 7 ദിവസത്തേക്ക് 100 റിയാൽ, 30 ദിവസത്തേക്ക് 350 റിയാൽ. കമ്പാർട്ട്മെൻറ്റുകൾ ഇതുപോലെ ഫസ്റ്റ് ക്ലാസ്, ഫാമിലി ക്ലാസ്, സിംഗിൾ ക്ലാസ് എന്നുള്ള രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനുകളെല്ലാം ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ഫുൾ കവേർഡ് ആയിരിക്കും. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് ട്രെയിൻ വന്ന് നിർത്തി ഡോർ ഓപ്പൺ ആയ ശേഷം മാത്രമേ നമുക്ക് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആക്സസ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ട്രെയിനിൻ്റെ കളർ കണ്ടോ, ഓറഞ്ച് കളറാണ്. അത് ഓറഞ്ച് ലൈനിൽ വരുന്ന ട്രെയിനുകൾ ഓറഞ്ച്, അങ്ങനെ 6 ലൈനുകൾക്ക് ഓരോ ഡിഫറെൻറ്റ് കളറുകളുണ്ടോ ആ കളറുകളിലായിരിക്കും ആ ട്രെയിൻ നമുക്ക് കാണപ്പെടുന്നത്. ഇന്ന് റഷ് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരിക. ട്രെയിനിലിങ്ങനെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏതാണെന്നും അതുകൂടാതെ ട്രെയിനിലെ അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഏത് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇറങ്ങാമെന്നുള്ളത്. ഞാനിത് വന്നിരിക്കുന്നത് കസ്റൽ ഹുക്കും സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷൻ ആംബിയൻസിലെ കാര്യത്തിലൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കരം സൂപ്പറാണ്. ഇനി ഇൻ കേസ് നിങ്ങളൊരു സ്ഥലത്തേക്ക് ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്കില്ലെങ്കിൽ കൂടിയും ഈ സ്റ്റേഷൻ കാണാട്ടെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. ഒരു ഗ്രീനിഷ് രീതിയിൽ ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം സൂപ്പറായിട്ടുണ്ട്. അത് ഗ്ലാസ് കവേർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലവണ്ണം കാണാൻ പറ്റും. എനിക്ക് വീഡിയോസിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ ഓറഞ്ച് ലൈനിലെയും ബ്ലൂ ലൈനിലെയും ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. ഇത് കൂടാതെ വേറൊരു സ്റ്റേഷൻ കൂടിയുണ്ട്, വളരെയധികം സൂപ്പറായിട്ടുള്ളൊരു വേറെ സ്റ്റേഷൻ കൂടിയുണ്ട്. ഈ വീഡിയോസ് കാണുന്നവർക്കും വിസിറ്റ് ചെയ്തവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് സ്റ്റേഷനെ പറ്റിയാണ് പറയുന്നത്. അത് ഞാൻ തുടർന്ന് കാണാം കേട്ടോ. വീഡിയോ കണ്ടിന്യൂസ് ആയി കണ്ടു നോക്കുക. നിങ്ങൾ ഈ സ്റ്റേഷൻ ഇതിന് മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതല്ല നിങ്ങൾ ഈ വീഡിയോ വഴിയാണ് ആദ്യമായിട്ട് ഈ സ്റ്റേഷൻ കാണുന്നതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സൂപ്പറല്ലേ? എങ്ങനെയുണ്ട് സ്റ്റേഷൻ കണ്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായം മറക്കണ്ട, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ.
ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ഓറഞ്ച് ലൈനിൽ നിന്നായിരുന്നു. ഇനി ഞാൻ പോകുന്നത് ബ്ലൂ ലൈനിലൂടെയാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ട്രെയിനിൻ്റെയും കളർ വഴി നമുക്ക് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വ്യത്യസ്തമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വേറൊരു സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. നമുക്ക് ഒന്നിച്ച് നടന്നു നോക്കാം. ഈ സ്റ്റേഷൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഷനാണ് 3 ലൈനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ബ്ലൂ ലൈനും പർപ്പിളും യെല്ലോ ലൈനും. ഈ യെല്ലോ ലൈനാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റഷ് കുറവുള്ള സമയത്ത് ട്രാവൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ സ്റ്റേഷനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഓൾറെഡി ട്രാവൽ ചെയ്തവർക്ക് മനസ്സിലാകും ഈ സ്റ്റേഷനെ ശരിക്കും പറഞ്ഞാൽ 3 ലൈനുകൾ ഒന്നിച്ച് കണക്ട് ചെയ്തതായതുകൊണ്ട് വളരെയധികം ഭയങ്കര റഷുള്ള ഇതാണ്. ഞാനിത് റമദാൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നോമ്പ് തുറയുടെ തിരക്കായതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ വേറെ വീഡിയോസുകൾ നിങ്ങൾ കണ്ടു നോക്കിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ റഷായിട്ട് നമുക്ക് ആളുകളില്ലാതെ കാണാൻ പറ്റത്തില്ല. എൻ്റെ വീഡിയോയിൽ എനിക്ക് ഇവിടുന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോഗ്രാഫി പ്രൈവസി എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. നമ്മളൊരു ക്രൗഡിനെ ചിത്രീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തവർ കുറേ പേരുണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ വീഡിയോസിലൊക്കെ പലരും താല്പര്യമില്ലാഞ്ഞിട്ട് കൂടിയും അവരുടെ വീഡിയോസിൽ അവർ ഉൾപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്ന് എന്നുള്ളത് നമ്മൾ വിത്ത് കൺസേൺഡ് നമ്മൾ വീഡിയോസ് വിത്ത് കൺസേൺ ആണെങ്കിൽ കൂടി നമ്മൾ വീഡിയോസ് പൊതുസ്ഥലങ്ങളിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതൊന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് നമ്മൾ വീഡിയോസ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ സ്പെഷ്യലായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ അപ്പോൾ ഇൻ കേസ് നമ്മളങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ അവർ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഈ ക്രൗഡിൻ്റെ ഒരു ഇഷ്യൂ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ബോളിവുഡ് വേൾഡിനെ കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും. ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഞങ്ങൾ പോയിരുന്നത്. 10 റിയാലിൻ്റെ ഒരു ഓഫറായിട്ടാണ് ടിക്കറ്റ് വന്നിരുന്നത് അന്നത്തെ റേറ്റ്. ഇപ്പോൾ അത് 30 റിയാൽ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോസിൽ ചിത്രീകരിച്ച പലതും നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത്രയും ആളുകളില്ലാതെ ശൂന്യമായ ഒരു സ്റ്റേഷൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ സ്റ്റേഷനിൽ കാണുന്നുണ്ടാവുക അല്ലേ. ഈ സ്റ്റേഷൻ പുറമേ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സൂപ്പറാണ്. നിങ്ങൾ വീഡിയോസുകളിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം. ഇപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് ആ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയി കണ്ടു നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മുടെ സ്റ്റേഷനുകളുടെ അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും. നമുക്ക് വരുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഈ സ്റ്റേഷൻ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നേരത്തെ കാണിച്ച ഖസറുൽ ഹുക്കും സ്റ്റേഷനാണോ അതോ കാഫ്റ്റ് എന്നാണ് കേട്ടോ ഈ സ്റ്റേഷൻ്റെ പേര്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. കാഫ്റ്റ്, കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്. ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ലൈൻ 7ൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. അത് റിയാദിലുള്ളവർക്ക് പോലും ചിലപ്പോൾ അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കാം. ഈ ലൈൻ 7 എന്ന് പറയുന്നത് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ ടെർമിനൽസുകളെയും കിദിയ, മിസ്ക് സിറ്റി, ന്യൂ മുറബ, ദിറിയ, കിങ് അബ്ദുള്ള ഇൻ്റർനാഷണൽ ഗാർഡൻ ഇതിനെ എല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. അതുകൂടാതെ ഈ റെഡ് ലൈനിലെ ലൈൻ 2 ഒരു എക്സ്പാൻഷൻ വർക്ക് കൂടി നടക്കുന്നത് കേട്ടോ. അത് ഈ കിങ് സൗദ് യൂണിവേഴ്സിറ്റി അവിടെയാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിലവിൽ റെഡ് ലൈനിൻ്റെ. അതിനിയും ഡിപ്ലോമാറ്റിക് വാട്ടറിനെ കണക്ട് ചെയ്തുകൊണ്ട് ദിരിയയിലേക്ക് പോകുന്ന രീതിയിൽ ഒരു എക്സ്പാൻഷൻ വർക്ക് കൂടി ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്.
ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്ന ട്രെയിനിൽ കയറാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഈ ട്രെയിനിലൊരു പ്രത്യേക ഈ ബ്ലൂ ലൈനിൽ ഈ ട്രെയിനിലൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ കുറച്ച് ലോങ് ആണ്. അത്യാവശ്യം മറ്റ് ലൈനുകളിൽ വ്യത്യസ്തമാണ്. മറ്റ് ലൈനുകളിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് മാത്രം കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ 4 കമ്പാർട്ട്മെൻറ്റ് കണക്റ്റഡ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ലോങ് ആണ്. അപ്പം നമ്മുടെ ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് സെക്ഷനിൽ ഇതുപോലെ ഫാമിലിക്കും ഫസ്റ്റ് ക്ലാസ്സും ഫാമിലി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡിലാണ് നമുക്ക് ഇത് വരുന്നത്, സിംഗിൾസിന് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വരെ എത്തുന്ന നേരം കൊണ്ട് അത് ട്രെയിൻ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രെയിനിൽ കയറാം. അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ട്രെയിനുകൾക്ക് അത്ര ഗ്യാപ്പുകൾ വരാറില്ല. 3-4 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ 1 മിനിറ്റ് വ്യത്യാസത്തിൽ വരാറുണ്ട്. ചിലപ്പോൾ അത് 10-15 മിനിറ്റ് വ്യത്യാസത്തിൽ വരാറുണ്ട്. അതൊരു റഷിൻ്റെ സമയം അനുസരിച്ച് അവർ ട്രെയിനിൻ്റെ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാഫ്റ്റ് സ്റ്റേഷൻ്റെ ഔട്ട്സൈഡ് വ്യൂവും ഇതിനോട് ചേർന്നുള്ള കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് അതിൻ്റെ വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. ഇതൊരു ഫോണിൽ മാത്രം ചിത്രീകരിച്ച വ്യൂ ആയതുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. ഇതൊരു ഡ്രോൺ വഴിയോ അല്ലാതെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നൈറ്റിൽ ഒരു രക്ഷയില്ല, വ്യൂ ഭയങ്കരം സൂപ്പറാണ്. താഴെ നമുക്ക് റോഡുകൾ കാണാം. അത്യാവശ്യം നല്ല റഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് കുറേ നേരം പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി അധികം സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതുവരെ നിങ്ങൾ സ്റ്റേഷനും ട്രെയിനിൻ്റെ ഉൾവശങ്ങളുമാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കുറച്ച് ഔട്ട്സൈഡ് വ്യൂസും കൂടി ഈ വീഡിയോസിൻ്റെ എൻഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് കാണുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതൊരു സ്റ്റാർട്ടിങ് ചാനലാണ്. അധികം വ്യൂവേഴ്സോ അധികം സബ്സ്ക്രൈബേഴ്സോ ഇല്ലാത്ത അധികം വീഡിയോസോ ഒന്നും ഇല്ലാത്തൊരു ചാനലാണ്. അപ്പം ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, അപ്പം വരും വീഡിയോകൾ നമുക്ക് കാണാം.